2017 ഫെബ്രുവരിയിൽ ആക്രമിക്കപ്പെട്ടു നടി. 17-ാം തീയതി ആക്രമിക്കപ്പെട്ടതിന് ശേഷം പൾസർ സുനിയെ 21-ാം തീയതി പിടിക്കുന്നു. കൂട്ടാളികളും ജയിലിലാവുന്നു. ജൂലൈ 10-നാണ് ദിലീപ് അറസ്റ്റാകുന്നത്. മനസ്സിലാക്കണം, 4 മാസത്തെ ഒരു കാലയളവ് അവിടെ എടുത്തു. അവിടെ ഒരു ഗൂഢാലോചന നടന്നു ഞങ്ങൾ ആരോപിക്കുന്നു. അതിനകത്ത് ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന കേസിൽ ഞാൻ സ്ത്രീകൾക്കെതിരായ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് കാണിക്കാമോ? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ഇത് സിനിമാ മേഖലയിൽ നടന്നൊരു കാര്യത്തിൽ ദിലീപ് എന്ന വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് ഇത്രയും അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ഇയാൾക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് ഇതെന്നും വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോഴും ഞാൻ. നാളെ വിധി വരട്ടെ, തെളിവുണ്ടായി ശിക്ഷിക്കപ്പെടട്ടെ, ഒരു സംശയം വേണ്ട. ദിലീപിനെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പൾസർ സുനി ദിലീപ് തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതല്ലാതെ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഇതൊന്നും ഒരു കാര്യമില്ല. കോടതിക്ക് ഹിയർസേ വേണ്ട സാർ. ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സജീവൻ സാറൊക്കെ ഇരുന്നു, നല്ല എത്രയോ നമ്മളെക്കാൾ എത്രയോ കഴിവും അറിവുള്ള ആൾക്കാരാണ്, പരിചയപ്പെടുത്തുന്ന ആൾക്കാരാണ്. പറയട്ടെ, കോടതിക്ക് വേണ്ടത് ഹിയർസേ അല്ല. കോടതിക്ക് വേണ്ടത് അവർ പറഞ്ഞത് ഇവർ പറഞ്ഞതുമല്ല. ഡയറക്റ്റ് എവിഡൻസ് കോടതി കൊടുത്താൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. ദിലീപ് അഡ്വാൻസ് പൾസർ സുനിക്ക് കൊടുത്തിട്ടുണ്ടോ? അത് തെളിയിച്ചാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും സാർ. ദിലീപിന്റെ ദൃശ്യമുണ്ടോ? അത് കൊടുത്താൽ ശിക്ഷിക്കപ്പെടും സാർ. പക്ഷെ കഴിഞ്ഞൊരു ചർച്ചയിൽ, ഇപ്പോൾ 24 നടന്ന ചർച്ചയിൽ ബൈജു കൊട്ടാരക്കര പറയുകയാണ്, 1ാമത്തെ അന്വേഷണത്തിൽ തെളിവുകളുടെ അപര്യാപ്തത കാരണമാണ് 2ാം അന്വേഷണം വന്നത്. കണ്ടോ എത്ര കൃത്യമാണ്? 1ാമത്തെ അന്വേഷണത്തിൽ 221 സാക്ഷികളാണ്. 220 പേരെ വിസ്തരിച്ചു. 2022 ഡിസംബർ അവസാനം 221ാമത്തെ സാക്ഷി ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചു കഴിയുമ്പോൾ ഈ കോടതിയിലെ വിചാരണ ക്ലോസ്, സാക്ഷി വിസ്താരം ക്ലോസ്, ആ സമയത്ത് കൃത്യമായി എൻട്രി ചെയ്യാണ് ആര്? ബാലചന്ദ്രകുമാർ. എന്താണ് ബാലചന്ദ്രകുമാർ പറയാൻ കാര്യം? ബാലചന്ദ്രകുമാർ സിനിമയുമായി കൗബോയ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, 1/2 ദിവസം പോലും ഓടിയില്ല. എൻ്റെ ഫ്രണ്ട് അനിൽ മാത്യു ചെയ്ത പടമാണ്. ആ പടത്തിൽ ഈ പടം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടും ദിലീപിന്. അപ്പോൾ അത് ഷാഫിയെ ഏൽപ്പിച്ചു. അവരൊരു പ്രശ്നമായി. ആ സമയത്താണ് ഇദ്ദേഹം പറയുന്നത്, ജീമോൻ ജോർജ്, ഇത് മനോരമയിൽ നമ്മുടെ ചാനലൊക്കെ വന്നതാണ്, ജീമോൻ ജോർജ് ഉൾപ്പെടെ 2 പേരുടെ കടം വാങ്ങിയ പൈസയ്ക്ക് സാക്ഷി നിൽക്കണം. അത് നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മുറി 1/2 സെക്കൻഡ്, 1/4 സെക്കൻഡൊക്കെ ഉള്ള എവിടുന്നോ വെട്ടിയെടുത്തോണ്ട് വന്ന കുറേ ഡബ് ചെയ്ത കുറേ പോർഷൻസ് നമ്മൾ കണ്ടതാണല്ലോ. അനൂപിനയച്ച കത്തുകൾ, അനൂപിനയച്ച മെസ്സേജ് നമ്മൾ കണ്ടതാണല്ലോ. ഇത്ര രൂപ തരണം, ഇന്നടത്ത് വരണം. അപ്പം ബാലചന്ദ്രകുമാറിനെ 2ാമത് കൊണ്ടത് എൻട്രി എന്തിനായിരുന്നു? അന്ന് 221 സാക്ഷിയാണ്, ഇന്ന് 261 സാക്ഷിയാണ്. 40 സാക്ഷി കൂടി ഈ കേസിൽ. എന്തിനാണ് ഇത്രയും സാക്ഷി? ഇവർ പറയുകയാണ് ഒരാഴ്ചയായിട്ട് 2 ആഴ്ചയായിട്ട് എപ്പോഴും പറഞ്ഞൊരു വാചകമാണ്, 23 പേർ 28 പേർ കൂറുമാറി. ആരാ കൂറുമാറിയത്? എന്താണ് കൂറുമാറുക എന്ന് പറഞ്ഞാൽ? അവർ മൊഴി മാറ്റി. എന്താണ് മൊഴി? അവർ ആദ്യ മൊഴി ആർക്കറിയാം? ഇടവേള ബാബുവിനോട് ഞാൻ ചോദിച്ചു, ഇടവേള ബാബു നിങ്ങളിങ്ങനെ, ഇടവേള ബാബു ചർച്ച കേൾക്കുന്നത് കേൾക്കട്ടെ, നിങ്ങൾ മൊഴി മാറ്റിയോ? എന്നോട് ഒരു കാര്യം ഇടവേള ബാബു പറഞ്ഞ വാചകം ഇങ്ങനെയാണ് മറുപടി: സഹിച്ചേട്ടാ, എൻ്റെ ആദ്യ മൊഴി ആർക്കെങ്കിലും അറിയോ? എനിക്കിതേക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നോട് ചോദിക്കുന്നു, അവർ കുറേ എഴുതി വെക്കുന്നു, ഞാൻ ഒപ്പിടാൻ പറഞ്ഞ് ഒപ്പിട്ടു. ഈ കേൾക്കുന്ന ബുദ്ധിയും വിവരമുള്ള ജനത്തിന് മുമ്പാകെ ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. സജീവൻ സാറ് പറയട്ടെ, കോടതി കൊടുക്കുന്ന മൊഴിക്കാണോ വില, പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്ന മൊഴിക്കാണോ വില എന്ന് സജീവൻ സാറ് പറയട്ടെ. ഞാൻ ബഹുമാനിക്കുന്ന ഒരു സഹപാനലിസ്റ്റാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നത് അപൂർവമായ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കൂ, കോടതിയുടെ നിയമങ്ങൾ അറിയാൻ എത്ര പേര് അക്കാഡമി സമൂഹം ഈ ചർച്ച കേൾക്കുകയല്ലേ? അല്ല, സജിയെ പോലെ വാദിക്കുന്ന സജിക്ക് പൂർണ്ണമായ വിശ്വാസമാണ് നാളെ കോടതി വെറുതെ വിടും ദിലീപിനെ എന്ന്. എന്തോ കുറ്റവിമുക്തനാക്കപ്പെടും ദിലീപ് എന്ന് പൂർണ്ണ വിശ്വാസമാണ് സജിക്ക്. എന്റെ വിശ്വാസം അങ്ങനെയാണ്. ശരി, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു സാക്ഷി മതി ഒരാളെ ശിക്ഷിക്കാൻ, ഒരു തെളിവ് മതി ഒരാളെ ശിക്ഷിക്കാൻ. 261 സാക്ഷിയിൽ 23 പേർ കൂറുമാറിയെങ്കിൽ 233 പേർ ഇവിടെയുണ്ട് ഇല്ലേ? ഞാൻ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത്. അപ്പം തെളിവുകളുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. പിന്നെ ദിലീപ് നാളെ വെറുതെ വിട്ടാൽ ഇവരെ പറയാമെന്നുള്ള നരേഷൻ എനിക്കറിയാം. എന്തോ സ്വാധീനിച്ചെന്ന്. ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല സാർ. ഇത്രയും ഗവൺമെന്റാണ് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ഇവിടെ പോലീസ് സംവിധാനങ്ങൾ ഇത്രയും ഉയർന്ന തലത്തിൽ ചിന്തിക്കപ്പെടുന്ന ഒരു കേസിൽ ഇവിടെ ആർക്കും ഒരു ജഡ്ജിക്ക് ഒരാളെ വെറുതെ വിടാനും പറ്റില്ല, തെളിവുണ്ടായി ശിക്ഷിക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഇത് മോണിറ്റർ ചെയ്യപ്പെടുന്നതാണ് സാർ. അതിനാണ് നിയമം അറിയാവുന്നവരോട് ചോദിക്കണം. ശരി, ശ്രീ എ സജീവൻ.
ഇവിടെ രജിസ്ട്രാറുണ്ട്. സജി നന്ദ്യാട്ടിനെ പോലുള്ളവർ പറയുന്നത് വിടാൻ പറ്റില്ല. ഒരു സാക്ഷിയെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നാണ്. അതുപോലെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല ഈ നീതിന്യായ വ്യവസ്ഥയെ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒന്നാണ്. സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർമാരാണ് കേസ് വാദിച്ചത്. ആരെ സ്വാധീനിക്കാനാണ്? അറസ്റ്റ് ചെയ്ത സർക്കാർ തന്നെയാണ് കേസ് നടത്തുന്നത് എന്നാണ് ഒരു വാദം. പക്ഷേ ഈ കേസിന് ചരിത്രം പരിശോധിക്കുമ്പോൾ പല ഇടങ്ങളിൽ പല ലെയറുകളിൽ അട്ടിമറികൾക്കുള്ള ശ്രമം നടന്നതായി നമുക്കറിയാം. ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവവികാസം മുതൽ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന എഫ്ഐആർ പോലും ഉണ്ട്. അതും വേറൊരു കേസാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത്? ഇതിൻ്റെ വിധി ഔട്ട്കം നമ്മുടെ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്?